അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ സിലബസ് പ്രകാരമുള്ള 3-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മളെടുത്തത് സൂറത്തുൽ മുൽക്കിലെ 1 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 12 മുതൽ തുടങ്ങുന്ന ആയത്തുകളാണ്. 12 മുതൽ 18 വരെയുള്ള ആയത്തുകൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് അതിൻ്റെ ഖിറാഅത്തിലേക്ക്, പാരായണത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബി ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ കബീർ. വഅസിറൂ ഖൗലകും അവ്ജ്ഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാതിസ് സുദൂർ. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബാ ഫസതഅലമൂന കൈഫ നദീർ. വലഖദ് കദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. പിന്നെ നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബ്. ഇന്നല്ലദീന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു കൂട്ടർ. എങ്ങനത്തെ ഒരു കൂട്ടർ? യഖ്ശൗന റബ്ബഹും. യഖ്ശൗന, ഖശിയ എന്നൊക്കെ പറഞ്ഞാൽ ഭയപ്പെട്ടു എന്നാണ്. യഖ്ശൗന റബ്ബഹും, അവരുടെ റബ്ബിനെ അവർ ഭയപ്പെടുന്നു. എങ്ങനെ ഭയപ്പെടുന്നു? ബിൽഗൈബി, അദൃശ്യമായ നിലയിൽ. അപ്പം അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടുന്നതും സൂക്ഷിക്കുന്നതൊന്നും അള്ളാഹുവിനെ നമ്മളെ മുമ്പിൽ കണ്ടതുകൊണ്ടല്ലല്ലോ, നമ്മൾ കാണുന്നതുകൊണ്ടല്ല. അതാണ് ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബ്. അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ, തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരാണ്, ഭയപ്പെടുന്ന ഒരു കൂട്ടർ. എന്താണ് അവർക്കുള്ളത്? ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപമോചനം, വഅജ്റുൻ കരീം, വഅജ്റുൻ കബീർ, വലിയ, കബീർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ, അല്ലേ? വലിയ അജ്ർ എന്ന് പറഞ്ഞാൽ പ്രതിഫലം അവർക്കുണ്ട്. അപ്പം അള്ളാഹുവിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊക്കെ അറിയാം, നമ്മളിപ്പം ജീവിതത്തിൻ്റെ പരസ്യങ്ങളിൽ പലപ്പോഴും നമ്മൾ അള്ളാഹുവിനെ പരസ്യങ്ങൾ നമ്മൾ സൂക്ഷ്മതയുള്ള ആളുകളായിരിക്കും. പക്ഷേ രഹസ്യ ജീവിതത്തിൽ നമ്മൾക്ക് സൂക്ഷ്മതയുള്ള ആളുകളായിട്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ അവിടെ തീർച്ചയായും ഗൈബിയായ നിലയിൽ അദൃശ്യമായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അതിന് സാധിക്കുള്ളൂ. ഇപ്പം ഇസ്ലാമിൽ ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് വരുന്നത് എന്താണ്? ഇഹ്സാനാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ള പറഞ്ഞു, അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഈ ഒരു ചിന്ത, ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. എന്താ? അൻ തഅ്ബുദല്ലാഹ്, നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്.
ഏതുപോലെ ആരാധിക്കണം എന്നാണ്? കഅന്നക തറാഹു, നിന്റെ മുമ്പിൽ റബ്ബിനെ നീ കാണുന്നത് പോലെ ആരാധിക്കണം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ചിന്തയും ബോധവുമാണ് സഹോദരങ്ങളെ നമുക്കെപ്പോഴും ഉണ്ടാവേണ്ടത്. അതാണ് ഗൈബിയായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ. ഇപ്പം നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് വരുന്ന ആളുകളിൽ 7 വിഭാഗം ആളുകൾക്ക് അർശിൻ്റെ തണൽ അല്ലാഹു തആല ഇട്ട് കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അതിൽ 2 വിഭാഗത്തെപ്പറ്റി ഇതിൻ്റെ തഫ്സീറിൽ നമുക്ക് പറയുന്നത് കാണാൻ പറ്റും. നമുക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും. ഒന്നാമത്തെ എന്താ അറിയോ? വളരെ സ്ഥാനമാനവും സൗന്ദര്യവുമൊക്കെയുള്ള ഒരു സ്ത്രീ ഒരു വ്യഭിചാരത്തിന് വേണ്ടി, ദുർവൃത്തിക്ക് വേണ്ടിയിട്ട് ഒരു സഹോദരനെ ക്ഷണിക്കുന്നു. അയാൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്നും മാറി നിൽക്കുന്നു. അത്തരത്തിൽ അതിൽ നിന്നും മാറി നിൽക്കുന്ന ആളുകൾക്ക്, പടച്ചോനെ പേടിച്ചിട്ട് മറ്റു എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്നും മാറി നിൽക്കുന്ന ആളുകൾക്ക് അർശിൻ്റെ തണൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്നു. എന്താ അതിൻ്റെ കാരണം? എന്താണ്? ആരെയും അയാൾക്ക് പേടിക്കാനില്ല, പക്ഷേ അദൃശ്യമായിട്ട് തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ അയാൾ ഭയപ്പെടുന്നു എന്നതാണ് അതിൻ്റെ കാരണം. രണ്ടാമത്തേത്, ഒരാൾ ദാനധർമ്മം ചെയ്യുന്നു. അയാൾ ദാനം ചെയ്യുന്നത് വലത് കൈ നൽകുന്നത് ഇടത് കൈ പോലും അറിയാത്ത വിധത്തിൽ. അത്രയും രഹസ്യമായിട്ട് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം? അല്ലാഹു തആല മാത്രം അറിഞ്ഞാൽ മതി ഞാൻ ചെയ്യുന്ന കാര്യം, അവൻ കാണുന്നുണ്ട്, എത്ര പബ്ലിസിറ്റി അതിന് കുറഞ്ഞാലും ശരി. ആ ഒരു ചിന്തയാണ് വലത് കൈ നൽകുന്നത് ഇടത് കൈ പോലും അറിയാതെ അയാളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അയാൾക്ക് അർശിൻ്റെ തണലുണ്ടാവുന്നതാണ് അത്തരത്തിൽ ദാനധർമ്മങ്ങൾ ഏർപ്പെടുന്ന ആളുകൾക്ക്. അപ്പോൾ അതൊക്കെയാണ് ഗൈബിയായ നിലയിൽ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം അതൊക്കെയാണ്. അപ്പം നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്ത വചനത്തിലേക്ക് നമുക്ക് വരാം. വഅസിറൂ ഖൗലകും അവിജ്ഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാതിസ് സുദൂർ. വഅസിറൂ ഖൗലകും, സിറ് എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യം എന്നാണ് അല്ലേ? അസിറൂ, നിങ്ങൾ രഹസ്യമാക്കുക. ഖൗലകും, ഖൗൽ എന്ന് പറഞ്ഞാൽ വാക്ക്. നിങ്ങളുടെ വാക്ക് നിങ്ങൾ രഹസ്യമാക്കുക, ആരും അറിയാതെ വളരെ സ്വകാര്യമാക്കുക നിങ്ങൾ പറയുന്നത് നിങ്ങൾ. ഇനി അതല്ല, അവിജ്ഹറൂബി, നിങ്ങളത് ജഹ്റാക്കുക. ജഹ്റാക്കുക എന്നാൽ എന്താണ്? സിറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജഹർ, പരസ്യമാക്കുക. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് രഹസ്യമാക്കി പറയൂ, അല്ലെങ്കിൽ പരസ്യമാക്കി പറയൂ. ഇന്നഹു അലീമും ബിദാതിസ് സുദൂർ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് രഹസ്യവും പരസ്യവും ഒക്കെ സമാണ്. ഇന്നഹു അലീമുൻ, അവൻ അറിയുന്നവനാണ്. ബിദാതിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ളതിനെ കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. അലാ യഅലമു, അറിയുകയില്ലേ? എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നത്? അതല്ല ഒരു ചോദ്യത്തിലൂടെ നമ്മളോട് ചോദിക്കുകയാണ്. എന്താ അറിയോ? അലാ യഅലമു, അറിയുകയില്ലേ? മൻ ഖലഖ, സൃഷ്ടിച്ചവൻ. നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹുവാണ്. ശുദ്ധമായൊരു ശൂന്യതയിൽ നിന്ന് നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലേ നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. ആ റബ്ബിന് സൂക്ഷ്മമായിട്ട് നമ്മുടെ കാര്യങ്ങൾ അറിയുക എന്നുള്ളതൊരു പ്രയാസമില്ല. അലാ യഅലമു, അറിയുകയില്ലേ? മൻ ഖലഖ, സൃഷ്ടിച്ചവൻ. വഹുവ, അവനാവട്ടെ, അവൻ്റെ പ്രത്യേകത എന്താണ്? അൽ ലത്തീഫ് അൽ ഖബീർ, അവൻ ലത്തീഫുമാണ് ഖബീറുമാണ്. എന്താണ് ലത്തീഫ് എന്ന് പറഞ്ഞാൽ? ഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്നവൻ. നമ്മളെത്ര മറച്ചു വെച്ചാലും ആരും അറിയുന്നില്ല എന്ന് നമ്മൾ കരുതിയാലും ശരി, ഗൂഢമായ രഹസ്യങ്ങളെ അറിയുന്നവനാണ് അവൻ. അൽ ഖബീർ എന്ന് പറഞ്ഞാൽ ആ അറിവ്, പടച്ച റബ്ബിൻ്റെ അറിവ് എന്താണ്? ഖബീറായിട്ട് അറിയുന്നവനാണ് അള്ളാഹ്. അതായത് അതിസൂക്ഷ്മജ്ഞാനിയാണ്, എല്ലാം സൂക്ഷ്മമായിട്ട് അറിയുന്നവൻ. ഒരു ജനറലായിട്ടുള്ളൊരു പൊതുവായ അറിവല്ല, സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്നും അള്ളാഹു തആല അവിടെ നമ്മൾക്ക് പറഞ്ഞു തരാണ്. ഇനി നമുക്ക് 15-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തുകയാണ് ഈ ആയത്തിൽ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല. ഹുവ, അവൻ, അതായത് അള്ളാഹു.
എങ്ങനെയുള്ളവനാണവൻ? അല്ലദീ ജഅല ലക്കുമുൽ അർള, അവൻ നിങ്ങൾക്ക് ജഅല എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്കി തന്നു എന്നാണ്. അല്ലദീ ജഅല ലക്കും, നിങ്ങൾക്ക് അവൻ ആക്കി തന്നു, അതായത് മനുഷ്യർക്ക് അവൻ ആക്കി തന്നു. അൽ അർള, ഭൂമിയെ. എന്താക്കി തന്ന ഭൂമിയെ? ദലൂലൻ. ദലൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കീഴ്പ്പെടുത്തപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഭൂമിയെ മനുഷ്യന് അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യാവുന്ന വിധത്തിൽ ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നവനാണ് അവൻ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഭൂമിയിലല്ലേ, അവൻ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യർക്ക് ഉപയോഗത്തിന് വേണ്ടി സൃഷ്ടിച്ച് സംവിധാനിച്ചു തന്നു. അവൻ നിങ്ങൾക്ക് ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നു എന്നെല്ലാം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിലാണ് അല്ലാഹു തആല നമുക്ക് ഒരുക്കി തന്നത്. ഇവിടുത്തെ വെള്ളവും ഇവിടുത്തെ വായുവും, അതുപോലെ തന്നെ നമുക്കറിയാലോ, നമ്മൾ വലിയ വലിയ പർവ്വതങ്ങൾ തുരന്നുകൊണ്ട് അത് വെട്ടിയിട്ടാണ് നമ്മൾ വീട് നിർമ്മിക്കാനുള്ള കല്ലുകളും അതുപോലെയുള്ള സാമഗ്രികളുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല മനുഷ്യർക്ക് വേണ്ടി ഇതെല്ലാം സംവിധാനിച്ച് ഒരുക്കി തന്നു. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി വിധേയപ്പെടുത്തി തന്നവൻ. എന്നിട്ട് അല്ലാഹ് നമ്മളോട് പറയുന്നത് എന്താ അറിയോ? ഫംശൂ ഫീ മനാകിബിഹ. മൻകിബ് എന്ന് പറഞ്ഞാൽ ഈ ഷോൾഡറിനൊക്കെയാണ് മൻകിബ് എന്ന് പറയുക. ഭൂമിയുടെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഭൂമിയുടെ ഉപരിതലം. ഫംശൂ, നിങ്ങൾ, മഷ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു, നടന്നു എന്നൊക്കെയാണ് അർത്ഥം. ഫംശൂ, നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. ഫീ മനാകിബിഹ, അതിൻ്റെ ഭൂമിയുടെ മനാക്കിബിലൂടെ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. വകുലൂ മിൻ റിസ്ഖിഹി, എന്തിനാ അള്ളാഹ് ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ പറഞ്ഞത്? മനുഷ്യൻ്റെ ഉപജീവനങ്ങൾ തേടുന്നതിന് വേണ്ടിയാണ്. അപ്പം നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കല്ലേ ഭൂമിയിലൂടെ. നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ഇരിക്കുക, എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മൾക്കുള്ള ഭക്ഷണവും നമുക്കുള്ള കൊണ്ടുവന്നു തരികയാണോ? അല്ല, അല്ലാഹു തആല നമുക്ക് റിസ്ക് സംവിധാനിച്ചിട്ടുണ്ട്. അത് അന്വേഷിച്ച് മനുഷ്യൻ പുറപ്പെടണം, അത് തേടി കണ്ടെത്തണം എന്നുകൂടി അള്ളാഹ് പറയണം. അപ്പം നമുക്കറിയാലോ, സൂറത്തുൽ ജുമഅയിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, എന്താണ്? ഫഇദാ ഖുദിയത്തിസ് സ്വലാത്ത് ഫന്തശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫളില്ലാഹ്. നിങ്ങൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ നിങ്ങൾ വ്യാപൃതരാവുക, സഞ്ചരിക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഫളില് നിങ്ങൾ എന്ത് ചെയ്യുക? തേടിക്കൊള്ളുക. പടച്ചോനോട് നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കുക. അതോടൊപ്പം ഭൂമിയിൽ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം, ജോലിക്ക് പോവണം എന്നാണ് അല്ലാഹു തആല. അത് തേടി കണ്ടെത്തണം റിസ്ക് എന്നാണ് അല്ലാഹ് പറയുന്നത്. അതാണ് ഫംശൂ ഫീ മനാകിബിഹ, അതിൻ്റെ മനാകിബ് ഉപരിതലത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. വകുലൂ മിർ റിസ്ഖി, അവൻ്റെ റിസ്ഖിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുക. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഉപജീവനം എന്നൊക്കെയാണ് അർത്ഥം. എന്നിട്ട് അള്ളാഹ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. വ ഇലൈഹിൻ നുശൂർ, ഈ ബോധം എപ്പോഴും ഉണ്ടാവണം എന്നാണ്. വ ഇലൈഹി, അവങ്കലേക്കാണ് അന്നുശൂർ, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ഭൂമിയിലൂടെ നടന്ന് ഭൂമിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടതൊക്കെ സംവിധാനിച്ച് അതിൽ മാത്രം നിങ്ങൾ പരിമിതപ്പെട്ടു പോകരുത്. അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഓർമ്മ കൂടി ഉണ്ടാവണം. അതെന്താണ്? വ ഇലൈഹിൻ നുശൂർ, അവങ്കലേക്ക് നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നുള്ള ഒരു ചിന്ത കൂടി നിങ്ങളിൽ ഉണ്ടാവണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത്. ഇനി 16-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള് ഫഇദാ ഹിയ തമൂർ. ഇനി അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും നമ്മൾക്ക് ഒരുക്കി തന്ന പടച്ച റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളോട് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അമിൻതും, അമ്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിർഭയത്വം എന്നാണ്. അമിൻതും, നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ആരെപ്പറ്റി? മംഫിസ് സമാ, ആകാശത്തുള്ളവനെപ്പറ്റി. ആരാണ് ആകാശത്തുള്ളവൻ എന്ന് പരിചയപ്പെടുത്തിയ ആരെപ്പറ്റിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. പടച്ച റബ്ബ് എവിടെയാണെന്ന് ചോദിച്ചാൽ പല ആളുകളും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹ് എല്ലാത്തിലുമുണ്ട്, തൂണിലും തുരുമ്പിലും
എല്ലായിടത്തും അള്ള ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ ഉണ്ട്. അള്ളാഹുവിൻ്റെ ഇൽമ് എല്ലാത്തിനെയും കവർ ചെയ്ത് നിൽക്കുന്നതാണ്. അള്ള എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ എല്ലാറ്റിലും അള്ളയുണ്ട് എന്നുള്ള, തൂണിലും തുരുമ്പിലും അള്ളയാണ് എന്നുള്ള വിശ്വാസം അത് ഇസ്ലാമിൻ്റേതല്ല. അള്ള എവിടെയാണെന്ന് ചോദിച്ചാൽ ഐനല്ലാ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലാ ഫിസ്സമാ, അള്ള എവിടെയാണ്? അള്ള ആകാശത്തിലാണ്. അതിൻ്റെ ബാക്കി വിശദീകരണങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ആലോചിച്ച് പ്രയാസപ്പെടണ്ട. അതെങ്ങനെയാണ്, ഏതു രൂപത്തിലാണ്, ആ ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അപ്പം അല്ലാഹു തആല എവിടെയാണ്? ഐനല്ലാ, അല്ലാ ഫിസ്സമാ, അല്ലാഹു തആല ആകാശത്താണ്. അതിന് വിശദീകരിക്കാൻ നമ്മൾ പോകുമ്പോൾ പല വിധത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നമുക്കറിയാലോ, മുമ്പ് ഒരാൾ പറഞ്ഞല്ലോ, നമ്മുടെ അള്ളാ ഇറങ്ങുന്ന അള്ളയാണ്, കയറുന്ന അള്ളയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്ന അവസ്ഥയുണ്ടായി. എന്തുകൊണ്ടാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളത് കൃത്യമായ ഹദീസാണ്. എന്നിട്ട് അള്ളാഹ് തൗബ ആവശ്യപ്പെടുന്ന, ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നു. അപ്പം എങ്ങനെയാണ് അള്ളാഹ്ക്ക് ഇങ്ങനെ ഓരോ ദിവസവും രാത്രി ഇറങ്ങി വരികയാണെങ്കിൽ കയറിപ്പോകാൻ അവിടെ നേരം? കാരണം നമ്മുടെ നാട്ടിൽ പകലാവുമ്പോൾ പിന്നെ അമേരിക്കയിൽ രാത്രിയല്ല, അപ്പോൾ കയറിപ്പോകാൻ നേരം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെ പരിഹസിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതും നമ്മളെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ. അതെന്തുകൊണ്ട് സംഭവിച്ചതാണ്? നമ്മൾ നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഇറക്കവും കയറ്റവുമൊക്കെ ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ ഇറക്കത്തിനോട് നമ്മൾ ഒരു സാമ്യവൽക്കരണം നടത്തി, അതിനെ സങ്കല്പിച്ചു. അപ്പം അത്തരത്തിലേക്ക് നമ്മൾ പോവേണ്ടതില്ല. അള്ളാഹുവിൻ്റെ സിഫത്തുകളായിട്ട് അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇനിയിപ്പോൾ അള്ളാഹിൻ്റെ കൈ എന്നാവട്ടെ, അള്ളാഹുവിൻ്റെ വജ്ഹ് എന്നുള്ളതാവട്ടെ, ഇതൊക്കെ അള്ളാഹിൻ്റെ സിഫത്തുകളാണ്. അതിനൊരു അവയവമായിട്ട് സങ്കല്പിക്കാൻ നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല. അള്ളാഹ് എന്താണ് പറഞ്ഞത് അവിടെ നിൽക്കുക. അപ്പോൾ അള്ളാഹു എവിടെയാണ്? അല്ലാ ഫിസ്സമാ, എല്ലാറ്റിലും അള്ള ഉണ്ടെന്നുള്ള വിശ്വാസം നമ്മളുടേതല്ല. ശരി, അമിൻതും മൻ ഫിസ്സമാ, ആകാശത്തുള്ളവനെപ്പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഏത് കാര്യത്തിൽ? അൻ യഖ്സിഫ ബിക്കുമുൽ അർള്, ഖസഫന ആഴ്ത്തിക്കളഞ്ഞു എന്നാണ്. നിങ്ങളെ അവൻ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്നതിനെപ്പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? പടച്ചോനെ സംബന്ധിച്ച് അതൊരു പ്രയാസമല്ല. ഫഇദാ ഹിയ തമൂർ, അപ്പോൾ അത് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഭൂമി ഒന്നാകെ ഇളകി മറിഞ്ഞ് ആ ഭൂമിയുടെ ആയങ്ങളിലേക്ക് നിങ്ങളെ അവൻ ആഴ്ത്തിക്കളയുന്നതിനെപ്പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്ന് അള്ള ചോദിക്കുകയാണ്. പടച്ചോനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ അള്ളാഹുവിന് വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാം. ഏതുപോലെ? ഖാറൂൻ, ധിക്കാരിയായ ഖാറൂനെയും വഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, ഖാറൂനെ അവൻ്റെ ഭവനത്തോടുകൂടി നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ഭയം നിങ്ങൾക്കില്ലേ എന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ ചോദിക്കുകയാണ്. അം അമിൻതും മൻ ഫിസ്സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ, അം അമിൻതും, അതല്ല നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? മൻ ഫിസ്സമാ, ആകാശത്തുള്ളവനെപ്പറ്റി, അൻ യുർസില അലൈക്കും ഹാസിബ, അൻ യുർസില അലൈക്കും, നിങ്ങളുടെ മേൽ അവൻ അയക്കുന്നതിനെപ്പറ്റി. ഹാസിബൻ, ഹാസിബ് എന്ന് പറഞ്ഞാൽ ചരൽ വർഷം. ചരൽ വർഷം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുള്ള ആളുകളെ നമ്മൾക്കറിയാലോ. ലൂത്ത് നബിയുടെ ജനതയെ അള്ളാഹു തആല നശിപ്പിച്ചത് എങ്ങനെയാണ്? ഒരു ചരൽ വർഷത്തിലൂടെയാണ്. അതുപോലെ കഅബയെ ആക്രമിക്കാൻ വന്നിട്ടുള്ള ആനപ്പടയെ അല്ലാഹു തആല നശിപ്പിച്ചത് എങ്ങനെയാണ്? അബാബീൽ പക്ഷികൾ അവരുടെ മുകളിലേക്ക് ചുട്ടുപഴുത്ത കല്ലുകൾ വർഷിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു ശിക്ഷ നിങ്ങളിലേക്ക് വരൂല എന്ന് എന്ത് ഉറപ്പാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ അള്ളാഹിനെ ധിക്കരിച്ചാൽ. അതാണ് അമിൻതും മൻ ഫിസ്സമാ, അതല്ല ആകാശത്തുള്ളവനെപ്പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അൻ യുർസില അലൈക്കും ഹാസിബ, അവൻ നിങ്ങളുടെ നേരെ ഒരു ഹാസിബ് എന്നാൽ ചരൽ വർഷം അയക്കുന്നതിനെപ്പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഫസതഅലമൂൻ, അപ്പോൾ നിങ്ങൾ അറിയും. കൈഫ നദീർ, എൻ്റെ താക്കീത് എങ്ങനെയായിരുന്നു, എൻ്റെ മുന്നറിയിപ്പ്, എൻ്റെ താക്കീത്. നദീർ എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നറിയിപ്പ്, താക്കീത് എന്നൊക്കെയുള്ള അർത്ഥം. അപ്പം എൻ്റെ താക്കീത് എങ്ങനെയായിരുന്നു എന്ന് അത് വരുന്ന സമയത്ത് നിങ്ങൾ അറിയും. പിന്നെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ആയത്തിലേക്ക് നമ്മൾ പോവാണ്. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. വലഖദ് കദ്ദബ, തീർച്ചയായും കളവാക്കിയിട്ടുണ്ട്.
വലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ്. വലഖദ് കസ്സബ തീർച്ചയായും കളവാക്കിയിട്ടുണ്ട്. ആര്? അല്ലദീന മിൻ ഖബ്ലിഹിം അവരുടെ മുമ്പുള്ള ആളുകൾ. അപ്പം അവർക്ക് മുമ്പുള്ളവരും എന്ത് ചെയ്തിട്ടുണ്ട്? കളവാക്കിയിട്ടുണ്ട്. ഫകൈഫ കാന നക്കീർ, ഫകൈഫ കാന അപ്പോൾ എങ്ങനെയായിരുന്നു? നക്കീർ, നക്കീർ എന്ന് പറഞ്ഞാൽ പ്രതിഷേധം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എൻ്റെ പ്രതിഷേധം ഏത് വിധത്തിലായിരുന്നു? മുൻകഴിഞ്ഞ പല സമൂഹങ്ങളും സമുദായങ്ങളും അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നമ്മുടെ പ്രതിഷേധം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാം. അള്ളാഹുവിന് വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നമ്മളെ നശിപ്പിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 18 വരെയുള്ള 12 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ബാക്കി കൂടുതൽ വിശദീകരണങ്ങൾ നിങ്ങൾ അമാനി മൗലവിയുടെ തഫ്സീറൊക്കെ എടുത്തുകൊണ്ട് വായിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.